ആ പ്രേംകുമാറുമായിട്ട് ഞാനിന്ന് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം വളരെ വികാരഭരിതനായിട്ടാണ് എന്നോട് സംസാരിച്ചത്. കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് പറഞ്ഞു. മിക്കവാറും കേരളത്തിലെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. സാഹിത്യ അക്കാദമി 1.5 വർഷം കഴിഞ്ഞു. പല സ്ഥാപനങ്ങളും സമയം കഴിഞ്ഞു. അവരെ ആരെയും മാറ്റിയില്ല. പാവപ്പെട്ട ആശാവർക്കർമാർക്ക് നീതി കൊടുക്കണമെന്ന് പ്രേംകുമാർ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അൺസെറിമോണിയസായി മാറ്റിയത് തെറ്റായ കാര്യമാണ്. അദ്ദേഹത്തെ 10-35 വർഷക്കാലമായി കേരളത്തിൽ സിനിമാ രംഗത്ത് നല്ല നടനായി പ്രവർത്തിക്കുന്ന അനുഭവപരിജ്ഞാനമുള്ള വ്യക്തിയെ അപമാനിച്ച് ഇറക്കി വിട്ടത് തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് വലിയ ഹൃദയവേദനയുണ്ട് പ്രേംകുമാറിന്. പ്രേംകുമാറിനെ ഇപ്പോൾ ഒരാളിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സർക്കാർ. അങ്ങനെയൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. ഞാനത് ചോദിച്ചുമില്ല. അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചതാണ്, എന്താണ് സംഭവം. അദ്ദേഹം എന്നോട് പറഞ്ഞു 35 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്, സിനിമാ പ്രവർത്തകനാണ്. എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്നെ ഇറക്കി വിട്ടു. വിഷമമുണ്ട്, ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാർക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇനി സച്ചിദാനന്ദ മാഷെ എപ്പോഴാ പടിയിറക്കി വിടുന്നതെന്ന് അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.